ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇനി നമുക്കൊരു അടിപൊളി മസാല ദോശേൻ്റെ റെസിപ്പി കണ്ടാലോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി സാധനം, നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്നും ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി അത് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ച് ഉടച്ചെടുത്ത പൊട്ടറ്റോ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗ്യാസിനോ പ്രശ്നത്തിനൊക്കെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ മസാല കിട്ടണം. നല്ല ടൈറ്റും ആവാൻ പാടില്ല, നല്ല ലൂസും ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു മീഡിയം രീതിയിൽ കിട്ടണം. തലേ ദിവസം അരച്ച് വെച്ച ദോശമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് നമ്മൾ ദോശമാവ് കുറച്ചിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ കനം കുറഞ്ഞ് ചുറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. നടുഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി അതിതാ 2 സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിതാ അത് നിങ്ങൾക്ക് കഴിക്കാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാണ്. ഇനി നല്ല സ്പൈസി ചട്നിയും കൂടി ഉണ്ട് അതിലേക്ക്. ഞാൻ അത് കഴിച്ചു നോക്കാൻ പോണേ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിമെന്ന് ഇങ്ങനെ ഒരു പീസ് എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചട്നിയിൽ ഇങ്ങനെ കുത്തി അങ്ങനെ കഴിക്കുക. ആഹാ, സൂപ്പർ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.